ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 2013 നവംബർ മാസം 13-ാം തീയതി വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടക്കപ്പെട്ട ദിവ്യകാരുണ്യ അത്ഭുതം ഇന്ന് റോം സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് അത് വണക്കത്തിനായിട്ട് നൽകുമ്പോൾ ഈ അത്ഭുതത്തിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ചാൻസലറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടത്തൂന്നേലച്ചനാണ്. നമുക്ക് അച്ഛനെ ഇപ്പോൾ ശ്രമിക്കാം. അച്ഛ, നമ്മുടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഇവിടെ നടത്തപ്പെട്ട് ഇത്രയും വർഷങ്ങളായി, ഈ 12 വർഷത്തിന് ശേഷം ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ അത്ഭുതത്തിന് ശേഷം നടന്ന അതിന്റെ പ്രോസസ്സിനെ കുറിച്ചൊന്ന് അച്ഛൻ വിശദമായിട്ട് പറയാമോ? നമുക്കൊരു സഭയിൽ അത്ഭുതം നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാത്തിരിപ്പിൻ്റെ ഒരു സമയമാണ്. പ്രത്യേക വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അത്ഭുതം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അസുബരത്തെ സൂചിപ്പിച്ചതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്ന് രാവിലത്തെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വികാരിച്ചൻ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്താണ് കുർബാനയിലെ തിരുവോസ്തിയുടെ ഒരു അടയാളം രൂപപ്പെടുന്നതായിട്ട് അച്ഛൻ നോട്ട് ചെയ്യുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അത് ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞു വരുന്നു. അച്ഛൻ നിശ്ചയമായും വളരെയേറെ ആ സമയത്ത് അത്ഭുതപ്പെട്ടു. എന്താ സംഭവിക്കുന്ന രീതിയിൽ അച്ഛൻ ആ തിരുവോസ്തി മാറ്റി വെച്ചു. കുർബാന കഴിഞ്ഞ പാടെ അച്ഛൻ ആളുകളെ, ജനം പങ്കെടുത്ത കുർബാനയാണ്, ആളുകൾ ഇത് കാണുന്നു. ഈശോ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ്. അപ്പം ഉടനെ തന്നെ വിശുദ്ധ കുർബാന അരളിക്കയിൽ എടുത്തു വെച്ച് പരസ്യമായിട്ട് ആരാധന നടത്തി. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ വിളക്കണ്ണൂരെ ഈ ദിവ്യകാരുണ്യത്തിൽ സംഭവിച്ച ഈ ഒരു അത്ഭുത പ്രതിഭാസത്തെ കാണാൻ വേണ്ടി ഓടിയെത്തി. പിന്നെ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടം വന്നു. വാർത്ത നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തോളം കുർബാന അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുവരികയും ചാപ്പലിൽ സൂക്ഷിക്കുകയും ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പായ അഭിവന്ദ്യ ആലഞ്ചേരി പിതാവിനെ ഈ കാര്യം അറിയിക്കുകയും സിറോ മലബാർ സഭയിലെ ഡോക്ടറിനൽ കമ്മീഷൻ, അഭിവന്ദ്യ പിതാക്കന്മാര്, അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവും അഭിവന്ദ്യ അരുവച്ചാടത്ത് പിതാവും അഭിവന്ദ്യ ഞള്ളക്കാട്ട് പിതാവും അടങ്ങിയ ഡോക്ടറിനൽ കമ്മീഷൻ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് എക്സ്പേർട്സിന്റെ ഒരു ഗ്രൂപ്പിനെ അറേഞ്ച് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ പിന്നെ തിരുവോസ്തി വത്തിക്കാനിലേക്ക് കൊണ്ടുപോകുന്നു. കുറേ നാളുകൾ അതേക്കുറിച്ച് ഒരു അറിയിപ്പും ഇല്ലാതെ അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ 2013 വീണ്ടും നമ്മൾ വിശ്വാസ തിരുസംഘത്തിലേക്ക് വത്തിക്കാൻ സ്ഥാനപതി വഴി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠനം എന്തുമാത്രമായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും പിന്നീട് അവിടുന്ന് മുന്നോട്ട് ഈ കാര്യം കുറച്ചും കൂടി അതിൻ്റെ പഠനം, അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് സമർപ്പിക്കേണ്ട സാഹചര്യമായി എന്നുള്ള അറിയിപ്പൊക്കെ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമുക്കൊരു സഭയിൽ അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സമയമുണ്ട്. ഒരു അത്ഭുതം നടക്കുന്നു, ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും തോന്നാം. അപ്പോൾ സഭയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ദൈവം ഒരു അടയാളം തരുന്നു, ആ അടയാളം ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാകണം. സമയത്തിന്റെ കാത്തിരിപ്പുണ്ട്, പഠനം സമയമെടുത്തുള്ള പഠനമാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും റോമിൽ നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടി, ചില ശാസ്ത്രീയ പഠനങ്ങൾ, കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ ശാസ്ത്രീയ പഠനങ്ങളുടെ പേരുകളുണ്ടായിരുന്നു. ആ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ ഇന്ത്യയിൽ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടുത്തെ ലാബിൽ പ്രത്യേകിച്ച് വളരെ ആധുനികമായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഈ തിരുവോസ്തിയുടെ പഠനം നടത്തി. ആ പഠനത്തിൽ പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ ഉദ്ദേശിച്ചിരുന്ന കാര്യം, തിരുവോസ്തിയിൽ തെളിഞ്ഞിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തിന്റെ ആ ഛായാചിത്രത്തില് തിരുവോസ്തിയിലെ അതേ പദാർത്ഥങ്ങൾ തന്നെയാണ്. മറ്റെന്തെങ്കിലും ഒരു പദാർത്ഥത്തിന്റെ സ്വാധീനമുണ്ടോ, അത് പുറമേ നിന്ന് ആരെങ്കിലും ഇങ്ങനെ എഴുതി വരച്ച് ചേർത്തതാണോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ തീരുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ പഠനത്തിന്റെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, തിരുവോസ്തിയുടെ സെയിം പദാർത്ഥം തന്നെ അതിൽ മറ്റൊരു പദാർത്ഥത്തിന്റെ സ്വാധീനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന 2 ശാസ്ത്രീയ പഠനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ശാസ്ത്രജ്ഞന്മാരുടെ 3 പേരുടെ സംഘമായിരുന്നു. ഒപ്പം അവരുടെ കൂടെ തന്നെ ഇവരുടെ പഠനങ്ങളെ വിലയിരുത്താനും അവരുടെ കണ്ടുപിടുത്തങ്ങൾ ദൈവശാസ്ത്രത്തിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പഠന റിപ്പോർട്ടുകൾ ഈ ശാസ്ത്രജ്ഞന്മാരും ഒപ്പം ദൈവശാസ്ത്രജ്ഞന്മാരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ ആ റിപ്പോർട്ട് വളരെ വിശദമായി പഠിച്ച് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ ന്യൂൻഷ്യേച്ചർ വഴി വത്തിക്കാനിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു നീണ്ട സമയത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത് വത്തിക്കാൻ എന്നുള്ള അറിയിപ്പ് വന്നത്. ഇതൊരു അസാധാരണമായ കാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല.
ഇതൊരു അത്ഭുതമാണെന്ന് അങ്ങനെ ആ ഒരു ശൈലി വത്തിക്കാൻ്റെ രീതിയല്ല. മറിച്ചൊരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സാധാരണ ഒരു സംഭവമല്ല, നമ്മുടെ സാധാരണ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുർബാനയെ സംബന്ധിച്ചുള്ള ഈശ്വര വെളിപ്പെടുത്തലിന് ഉള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്ത് പുറമേ നിന്ന് കാര്യം വരച്ചു ചേർത്തതല്ല. അതുകൊണ്ടാണ് ഇത് അസാധാരണമായ ഒരു കാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല എന്ന് വത്തിക്കാൻ തിരുസംഘം അറിയിച്ചത്. അതേ പ്രകാരം ഇതേ സംബന്ധിച്ചുള്ള ഡിക്രി തയ്യാറാക്കാൻ പറഞ്ഞു. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഡിക്രി അവിടെ റോമിൽ തന്നെ തന്നിരുന്നു. അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ തയ്യാറാക്കി റോമിൽ സമർപ്പിക്കാൻ പറഞ്ഞു. അതേ പ്രകാരം നമ്മൾ സമർപ്പിച്ചു. ഒപ്പം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനും CBCIയുടെ പ്രസിഡന്റിനും നൽകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ക്രമങ്ങളും നടത്തിയതിനു ശേഷം അത് ദൈവജനത്തെ ഇതേക്കുറിച്ച് അറിയിക്കുക എന്ന് പറഞ്ഞുള്ള റോമിന് നിർദ്ദേശം വന്നപ്പോഴാണ് മെയ് മാസം 9-ാം തീയതി അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് വെള്ളക്കണ്ണൂർ പള്ളിയിൽ വെച്ച് ഈ ദിവ്യകാരുണ്യ പ്രതിഭാസം ഒരു അസാധാരണ സംഭവമായി സഭ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം ദൈവജനത്തെ അറിയിച്ചത്. ഓക്കെ, താങ്ക് യു അച്ഛൻ. അപ്പോൾ നമ്മുടെ ഈ അത്ഭുതം അത് പ്രഖ്യാപിക്കുന്നതിന് ഒത്തിരി പ്രോസസ്സ് ഉണ്ടല്ലോ. അച്ഛൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിൽ ഏറ്റെടുത്തിട്ടുള്ളത്? 2023 ഈ കത്തിടപാടുകളൊക്കെ നടക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും പിതാവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴൊക്കെ അത് ചാൻസലറിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്കതേക്കുറിച്ച് അറിയാമായിരുന്നു. നമ്മൾ നിരന്തരമായ കത്തിടപാടുകൾ റോമിൽ നിർദ്ദേശങ്ങളനുസരിച്ച് തന്നെ തിരുവോസ്തി ന്യൂൻഷിയേച്ചർ വഴി തലശ്ശേരിയിലേക്ക് തന്നുവിട്ടു. അതൊക്കെ വളരെ ഒരു പൊണ്ടിഫിക്കൽ സീക്രസിയുടെ വന്ന കാര്യങ്ങളായിരുന്നുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് ആരും തന്നെ പിതാവും ഞാനും തന്നെയാണ് കൂടുതൽ അറിഞ്ഞത്. പിതാവിന് വേണ്ടി ഇത് ചെയ്യേണ്ടത് കൊണ്ട് അങ്ങനെ തിരുവോസ്തി കൊണ്ട് പല പ്രാവശ്യം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ രഹസ്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളായിരുന്നു. കൃത്യമായ വത്തിക്കാൻ്റെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ഓരോ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് നമ്മളത് വളരെ രഹസ്യമായി തന്നെ ലാബിലേക്ക് കൊണ്ടുപോയപ്പോഴും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും അവർക്കെല്ലാം ഈ ഓത്ത് ഓഫ് സീക്രസിയൊക്കെ നടത്തി അവർ ആ രഹസ്യം അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ കൈകാര്യം ചെയ്യുകയും അങ്ങനെ നമ്മൾ വളരെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയാണ് നമ്മൾ ഇതിൻ്റെ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയത്. ഓക്കെ അച്ഛാ, ഇനിയിപ്പോൾ നമ്മുടെ ഈ 31-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 മണിക്കാണ് നമ്മുടെ വിളക്കുണ്ണി പ്രോഗ്രാം നടക്കുക. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഇനി തുടർന്നുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ വിശദീകരിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അത്ഭുതം അത് കേരള സഭയ്ക്ക് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഈശ്വസത്യമായും ജീവിച്ചിരിക്കുന്നു. നമ്മളൊരു സങ്കല്പത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, ആ ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ആ വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം. അതൊന്നും കൂടി ഒന്ന് ധ്യാനത്തിന് ഈ കാലഘട്ടത്തിൽ നൽകിയ അത്ഭുതമായിട്ട് കണ്ടാൽ മതിയല്ലോ. നമ്മൾ അങ്ങനെയാണ് ഈ രൂപത മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നത്. 31-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാന നമ്മൾ ആഘോഷമായിട്ട് വെള്ളക്കണ്ണൂരേക്ക് കൊണ്ടുപോവുകയാണ്. തിരുവോസ്തി നമ്മുടെ ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതി മാർപ്പാപ്പയുടെ പ്രതിനിധിയായ അഭിവന്ദ്യ ലയോപോൾദോ ജിറെല്ലി പിതാവാണ് അന്ന് ഈ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടത്താൻ വേണ്ടി വരുന്നത്. ന്യൂൻഷോ ഒപ്പം നമ്മുടെ ഈ മലബാർ ഭാഗത്തെ പിതാക്കന്മാർ, നമ്മുടെ അതിരൂപതയിലെ അച്ഛന്മാർ, ഒരു വലിയൊരു സംഘം വൈദികരുണ്ടാവും, ദൈവജനം, അങ്ങനെ വലിയൊരു ഒരുക്കം ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹ ബലി. ഈ സമൂഹ ബലി മധ്യയാണ് ഈ പ്രഖ്യാപനം നടക്കുക. ഒരു വർഷ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് ഈ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ന്യൂൻഷ്യോ നടത്തും. അതിനുശേഷം കുർബാന നമ്മൾ അവിടെ പ്രതിഷ്ഠിക്കും. പിന്നെ നമ്മൾ സമൂഹ ബലി, അതിനുശേഷം ദൈവജനത്തിന് മുഴുവൻ വിശുദ്ധ കുർബാന അടുത്ത് തന്നെ കണ്ട് ഈശോയുടെ തിരുമുഖം ദർശിച്ച് വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെള്ളക്കണ്ണൂർ ഇടവക വലിയ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതിനോടകം തന്നെ പല മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. നമ്മളൊരു 10,000-ഓളം ആളുകൾ അവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ വലിയ പന്തല്, നമ്മൾ പള്ളിക്കുള്ളിൽ ചെറിയ പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഇടവക ഒപ്പം ചുറ്റുമുള്ള ഫൊറോനകളിലെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും അങ്ങോട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനത്തോടു കൂടി വെള്ളക്കണ്ണൂർ ഇടവക തലശ്ശേരി രൂപതയിലെ ഒരു വിശുദ്ധ കുർബാനയുടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുകയാണ്. ഒത്തിരി ആളുകൾ അങ്ങോട്ട് വരും. നിശ്ചയമായും ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ തിരുവോസ്തിയിലെ ആ ഒരു മാറ്റം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അതേപടി നിൽക്കുകയാണ്. ഈശോയുടെ മുഖം തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വരാനും പ്രാർത്ഥിക്കാനും ആ പള്ളിയിൽ നിശ്ചയമായും പ്രത്യേകമായ ആരാധന, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമയക്രമീകരണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് പുറമേ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ അവിടെ വിശുദ്ധ ബലി അർപ്പിക്കാനും വിശുദ്ധ കുർബാനയിൽ ആരാധന നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ആത്മീയ ഒരു അനുഭവം ആളുകൾ കിട്ടുന്ന രീതിയിലുള്ള വിശുദ്ധ കുമ്പസാരത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങൾ നടത്താനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം ഈ വരുന്ന 31-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന് ഒരു സാക്ഷ്യം എന്നോണമാണ് നമ്മളിതിനെ കാണുന്നതും മനസ്സിലാക്കുന്നതും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, മിശിഹാ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ ദൈവത്തിന്റെ ഒരു അത്ഭുതം തീർച്ചയായിട്ടും ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വളർത്താം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എന്റേതാവേണം.